ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഥകളെ കുറിച്ചാണ്. പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കഥ കേട്ടിരിക്കുക എന്നുള്ളത്. എനിക്കും വളരെ ഇഷ്ടമാണ്. ആര് പറയുന്ന എന്ത് കഥകളും കേട്ടിരിക്കുകയും അതിന് അഭിപ്രായം പറയുകയും എല്ലാം ഞാനും ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ആ ഒരു സ്വഭാവം നല്ലതാണോ? നിങ്ങൾ പറയൂ. നമുക്കിന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ കേൾക്കുന്ന കഥകൾ നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി കഥകൾ കേൾക്കുക എന്നത് വളരെ ലളിതമായതും എന്നാൽ വളരെ ജീവിതത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നതുമായ ഒരു വിഷയമാണ്. പൊതുവെ ആളുകൾക്ക് നെഗറ്റീവ് കഥകളോട് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, പരാജയങ്ങൾ, രോഗം, ജോലിയിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, മരണം, അങ്ങനെ തുടങ്ങി പല പല കഥകൾ സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് നല്ലൊരു കണ്ടൻറ്റും കൂടിയാണ് അത്. എല്ലാവർക്കും ആ നെഗറ്റീവ്സിനോടുള്ള ആ ഒരു ഇഷ്ടം അത് നന്നായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ ഈ നെഗറ്റീവ് കഥകളോടുള്ള ആ ഒരു ടെൻഡൻസി ആണ് സോഷ്യൽ മീഡിയ നല്ലോണം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ കഥകൾ കേൾക്കുന്നത് നമുക്ക് നല്ലതാണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ, ദോഷമുണ്ടോ? എപ്പോഴെങ്കിലും എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്ന ഓരോ നെഗറ്റീവ്സും നമ്മളറിയാതെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നല്ലേ? നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനും പറയാനും എല്ലാം സാധ്യതയുണ്ട്. അതായത് എന്നാലും അങ്ങനെയൊക്കെ അവർക്ക് സംഭവിച്ചല്ലോ, പാവണ്ടല്ലേ, സങ്കടമായി പോയില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചും പറഞ്ഞും നമ്മളറിയാതെ അത് നമ്മുടെ മൈൻഡിൽ, അല്ലെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കയറിക്കോളും. അതിലേക്ക് നമ്മളറിയാതെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതാണല്ലോ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇന്ന് മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ഘോരഘോരമായി സംസാരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും സംശയിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതൊക്കെ വെറുതെ പറയല്ലേ. ബട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കഥകൾ കേൾക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ കഥ കേൾക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചില നെഗറ്റീവ് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരില്ലേ എന്ന് ആലോചിക്കുകയും ചിലപ്പം ആ വന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനത്തെ ആ ഒരു കേട്ട കഥകളിലെ പല നെഗറ്റീവ്സും എൻ്റെ ലൈഫിലും വന്നിട്ടുണ്ട്. ഗ്രാജുവലി എൻ്റെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്നാൽ വിജയത്തിൻ്റെ കഥകൾ കേട്ടാൽ നമ്മളും വിജയിക്കില്ലേന്ന്. സത്യമാണ് അത്. നമ്മൾ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും എല്ലാം കഥകൾ കേട്ടാൽ നമ്മളെയും വളരെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. നമ്മളെ മൈൻഡിനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനും ഏതൊരു സാഹചര്യം വരുമ്പോഴും അതിനെ വളരെ പോസിറ്റീവായി നേരിടാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കും കഴിയും. ഞാനും ഈ സാഹചര്യങ്ങളെല്ലാം മറികടക്കും. എനിക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും എന്നെല്ലാം ചിന്തിക്കാൻ പോസിറ്റീവായ കഥകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു കോൺഫിഡൻസ് അത് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഡൗട്ട് വരും, നെഗറ്റീവ് കഥകൾ പറയുന്നിടത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ചെവി പൊത്തിയിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അഥവാ നമ്മളങ്ങനെ കേൾക്കേണ്ടി വന്നു, പറഞ്ഞ ആൾക്കാർ നമ്മളെ പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾക്കതിന് സൊല്യൂഷൻ കൊടുക്കേണ്ടി വരും, സമാധാനിപ്പിക്കേണ്ടി വരും, വായി പറഞ്ഞു കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കേൾക്കണം, നമ്മൾ അറിയും വേണം. പക്ഷേ
അതൊന്നും ഒരിക്കലും നമ്മളെ ഉള്ളിലേക്ക് എടുക്കരുത്. ചിന്തകൾ വരുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുക. നമുക്ക് വേണ്ട ഹാപ്പിനെസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, പ്രതീക്ഷയോടെ മുന്നോട്ട് പോവാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരുടെ വാക്കുകളാണ് നാം കേൾക്കുന്നത്, ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ കാണുന്നത്, ഏത് പുസ്തകങ്ങളാണ് വായിക്കുന്നത് എന്നെല്ലാം വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ വിമർശനങ്ങളും താരതമ്യങ്ങളും എല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മെ ഉയർത്തുന്ന വാക്കുകൾ കേൾക്കുക, നമ്മുടെ മൂല്യം ഓർമ്മിപ്പിക്കുന്ന കഥകൾ കേൾക്കുക. കാരണം നാം നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ ക്രമേണ നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ആയി മാറും. അത് നമ്മുടെ നാളെയെ ഡിഫൈൻ ചെയ്യും. സോ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി നാം മാറും. അതുപോലെ നാം എന്ത് കേൾക്കുന്നുവോ അതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനം എടുക്കാം. നമ്മുടെ മനസ്സിലേക്ക് എന്താണ് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആത്മവിശ്വാസം വളർത്തുന്ന വാക്കുകൾ കേൾക്കാം. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ പങ്കുവെക്കാം. താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.